അങ്ങനെ സൺഡേ ഈവനിങ് ആയപ്പം ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറികളൊക്കെ വാങ്ങിച്ച് ഞാനും ഏട്ടനും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഉള്ളിക്കൊട്ട ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ ഞാൻ ഉള്ളി, സവോള, കൂർക്ക, തേങ്ങ, ഇഞ്ചി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ കൂടുതലും എടുത്ത് വെക്കാറ്. അപ്പം അത് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഉരുളക്കിഴങ്ങും കൂർക്കയൊക്കെ വെക്കുന്നതുകൊണ്ട് തന്നെ അതിൽ മണ്ണുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതുപോലെ പേപ്പർ ഇട്ടിട്ടാണ് കേട്ടോ അതിൽ നമ്മുടെ കിഴങ്ങ് സവോളയൊക്കെ എടുത്ത് വെക്കുന്നത്. അപ്പം അതിലെ പേപ്പറൊക്കെ മാറ്റി അതൊക്കെ ഇത്തിരി മുഷിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ പേപ്പറൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, സവോള, വെളുത്തുള്ളി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കൊട്ടയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ ഇന്നലെ പോയപ്പോഴത്തേക്കും കുറച്ച് മധുരക്കിഴങ്ങ് കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടെ ആ കൊട്ടയിലേക്ക് തന്നെ വെച്ചിട്ട് അത് അതിൻ്റെ പ്ലേസിലേക്ക് കൊണ്ട് അടുക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അല്ലാത്ത വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്, തോരനൊക്കെ വെക്കാനുള്ള ക്യാരറ്റും കാര്യങ്ങളും ഒക്കെ. ക്യാരറ്റ്, തക്കാളി, പച്ചമുളകൊക്കെ ഞാൻ ഇതുപോലെ ആക്കിയിട്ടാണ് വെക്കുന്നത്. ക്യാരറ്റിനകത്ത് മാത്രം അല്പം വെള്ളം നിറച്ചിട്ട് വെക്കും കേട്ടോ. അതാകുമ്പം ക്യാരറ്റ് പെട്ടെന്ന് കേടാവാതിരിക്കുന്നോളും. അല്ലാതെ വെക്കുമ്പോൾ ഉള്ളുവശം ഇങ്ങനെ ചീഞ്ഞ പോലെ ആവും കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്യാൻ തുടങ്ങിയത് പിന്നെ ക്യാരറ്റ് നിൽക്കാറുണ്ട്. അങ്ങനെ അതെല്ലാം അടുക്കി പെറുക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പച്ചക്കറിയെല്ലാം നിരത്തിയതിൻ്റെ പൊടികളെല്ലാം അവിടെ ഉണ്ടായിരുന്നു കൗണ്ടർ ടോപ്പിൽ. അതെല്ലാം ഒന്ന് തൂത്ത് തുടച്ചിട്ട് വൈകിട്ടത്തേക്കുള്ള കറികളെല്ലാം ചൂടാക്കി വെച്ചു. നമ്മളിവിടെ രാവിലെയും വൈകിട്ടും ഒരുമിച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ചൂടാക്കി കുഞ്ഞു കുഞ്ഞു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ട് കുക്ക് ചെയ്ത പാത്രങ്ങളെല്ലാം കൂടെ കഴുകി വെച്ചു കേട്ടോ. ചിക്കൻ്റെ പാത്രം മാത്രം ഞാൻ മാറിയിട്ടില്ല, അത് വൈകിട്ടെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. സ്റ്റീലിൻ്റെ പാത്രമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പാത്രങ്ങളെല്ലാം അങ്ങോട്ട് കഴുകിയെടുത്ത് വൃത്തിയാക്കിയിട്ട് കൗണ്ടർ ടോപ്പ് എല്ലാം ഒന്ന് തുടച്ചിട്ട് രാവിലെ തൊട്ടുള്ള വേസ്റ്റാണ് കേട്ടോ നമ്മുടെ ബക്കറ്റിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മുടെ ഫുഡ് കഴിച്ചതിൻ്റെയും പിന്നെ പച്ചക്കറിയുടെയും ഒക്കെ ആയിട്ടുള്ള വേസ്റ്റുകളാണ്. അപ്പോൾ അതെല്ലാം കൊണ്ട് പറമ്പിലേക്ക് കളഞ്ഞിട്ട് അത് ആ ബക്കറ്റ് കഴുകി എടുത്ത് വെക്കുകയാണ്. ഇനിയിപ്പോൾ വൈകിട്ട് ഫുഡ് കഴിക്കുമ്പോൾ ഉള്ള വേസ്റ്റ് അതിലുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. ബാക്കി നാളെ കാണാം.